അല്ലാഹു അല്ലാഹു അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയങ്കരായ സഹോദര സഹോദരിമാരെ, മഹത്തായിരിക്കുന്ന ചില ദിക്റുകൾ, ഔറാദുകൾ, ഇതിൻ്റെ മഹത്വങ്ങൾ, ഗുണങ്ങൾ വിവരിക്കുന്ന കുറച്ച് വീഡിയോകൾ എൻ്റെ ചാനലിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഞാൻ പറയുന്നത് ബർക്കത്ത് കിട്ടാൻ, കടം വീഴാൻ, മക്കളെ സംബന്ധിച്ചെല്ലാം വർധനവുണ്ടാവാൻ, മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാവാൻ, സാമ്പത്തിക പ്രയാസമുള്ള അഭിവൃദ്ധി, മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി ചില കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ചില ആയത്തുകൾ നമുക്കറിയാം. ഇത് അത്ര സാരമായ വളരെ മഹത്വമുള്ള, പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ടതുമായി ദിക്റുകളും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിച്ചതാണ്. അത് എനിക്ക് എൻ്റെ ഉസ്താദ്മാർ, ബഹുമാനപ്പെട്ട ആനക്കര കോഴിക്കോട് ഉസ്താദ് മുതൽ പ്രസിഡന്റായി മുതലുള്ള പോലെ സാധാത്തുക്കളുമായി ഒരുപാട് ഇടപഴകിയ നസീഹത്തുകളും ഇജാസത്തുകളും വസീയത്തുകളും ആയിട്ടുള്ളത് ഇതാ മഹാനായ പണ്ഡിതനായ അവരുടെ ആഖിറത്തുല്ലാഹു മെച്ചമാക്കി നമ്മളെ അതുപോലെ ഒരു വലിയ അഹമ്മദ് മുസ്ലിയാർ പഴയകാല മരണപ്പെട്ടു പോയിട്ട് തന്നെ ഏകദേശം 25 വർഷം 50 വർഷത്തോളം പാടൂർ ഉള്ള പള്ളിയിൽ ദീനി പ്രവർത്തനം നടത്തിയ മഹാനാണ്. വലിയ തഖ്വയുടെ കൈവശമുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ഇപ്പോഴും വീട്ടിലുള്ളിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിൻ്റെ ഫലം ലഭിക്കണം. അവരുടെ പാരമ്പര്യം കൊണ്ടിരിക്കുന്ന അതെല്ലാം അപ്പോൾ നിങ്ങളിതൊക്കെ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നതാക്കാൻ തീർച്ചയായും മഹത്വങ്ങളൊക്കെ യാതൊരു സംശയവുമില്ല. ജീവിക്കാൻ ആവശ്യം സമ്പദം വലിയ ആർഭാടമല്ലല്ലോ. ദുനിയാവിൽ നമുക്ക് കഴിഞ്ഞു പോകുന്ന അത്യാവശ്യം പ്രയാസമില്ലാതെ, കടമില്ലാതെ, ആരുടെ മുന്നിൽ യാചന ഉള്ളത് നഷ്ടപ്പെടാം, മക്കളെ കൊണ്ടൊക്കെ ഗുണം അതുപോലെ തന്നെ സമ്പത്ത് നമുക്ക് ഉപകരിക്കുന്നതായി, ആവശ്യമില്ലാത്ത കട പോലെയുള്ള പ്രയാസങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. അതൊക്കെ നിലനിൽക്കാൻ, അള്ളാഹു ബർക്കത്ത് ചെയ്യാൻ, കടം വീടാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന 70 പ്രാവശ്യം ശുദ്ധിയോടുകൂടെ വൃത്തിയോടുകൂടി ശ്രീ പുരുഷന്മാർ ആരായ ദിവസത്തിൽ എന്തെങ്കിലും നല്ല സമയം 70 പ്രാവശ്യം ചെയ്യുക.
അതിൻ്റെ ഗുണം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നൂഹ് സൂറത്തിലെ 12 ആയത്ത് استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. ആയത്തിന്റെ അർത്ഥം തന്നെ മഹത്തരം വിഷയത്തെ തന്നെ സൂചിപ്പിക്കും. ഈ ആയത്താണ് നമുക്ക് പൊതുവാൻ അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക, നിങ്ങളുടെ നാഥനോട് പൊറുക്കലിനെ തേടുക. ഇന്നഹു കാന ഗഫാറാ, നിശ്ചയം ആ നാഥൻ നമുക്ക് പുറത്തു തരുന്നവനാണ്. പൊറുക്കലിനെ തേടിയാൽ നമ്മളെ തെറ്റുകുറ്റങ്ങളൊക്കെ എന്തൊരു കാര്യത്തിനും അതിനൊക്കെ അല്ലാഹു മാപ്പ് തേടുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ഈ ദുആയുടെ തുടക്കത്തിൽ തന്നെയാണ് അല്ലാഹു അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചാൽ മഴ പോലെ മനോഹരമായി നിങ്ങൾക്ക് വർഷിക്കപ്പെടും. അനുഗ്രഹങ്ങൾ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ, മഴയുടെ അനുഗ്രഹങ്ങൾ, മറ്റു വിവിധങ്ങളായിരിക്കുന്ന മാത്രവുമല്ല അല്ലാഹുവിന്റെ സഹായം സാമ്പത്തികമായി മക്കൾ മുഖേന സഹായം മക്കളെ അപ്പൊ ഇല്ലെങ്കിൽ മക്കളെല്ലാം ഉണ്ടെങ്കിൽ ജോലി കാര്യങ്ങളൊക്കെ നല്ലവരാക്കി മാത്രമല്ല ഉദ്യാനങ്ങളെയും കായ്ക്കനികളെയും പല വൃക്ഷങ്ങളെയും കൃഷിയും അതുപോലെ മറ്റു സൗകര്യങ്ങളും നൽകും. അതിനുവേണ്ട വെള്ളവും നമുക്ക് സജ്ജീകരിച്ചു എന്നാണ് ഈ മനസ്സിലാക്കുന്നത്. 70 പ്രാവശ്യം വളരെയേറെ നല്ലൊരു അർത്ഥവത്തായ തങ്ങൾക്ക് 23 സംവത്സരങ്ങളിലായി ആണല്ലോ മക്കളെ സമ്പത്തെന്നൊക്കെ പറയുമ്പോൾ സമ്പത്തും മക്കളും ഫിത്നയാണ്. വേറെ അപ്പോ നല്ലതായ സജ്ജനങ്ങളായിട്ടുള്ള നമ്മുടെ മക്കൾ, അത് നമുക്ക് അവശേഷിക്കുന്ന ആ സമ്പത്ത്, ആ മക്കളും അത് നമുക്ക് നമുക്ക് തുണയാവും. അപ്പൊ അങ്ങനെയുള്ള മക്കളാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഈ ഭൗതിക ആഡംബരമായ ജീവിച്ച് നമുക്ക് ഇങ്ങനെ സ്വർഗ്ഗത്തിൽ പോകാൻ വിചാരിച്ചാൽ അത്ര എളുപ്പം സാധ്യമല്ല. ഇതൊക്കെ അല്ലാഹു ക്ലിപ്പ് നീട്ടി പറയും. ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ പറയാൻ അതുപോലെ തന്നെ മക്കളും സമ്പത്തും ഒക്കെ നമുക്ക് ഗുണമുള്ളതാണ്. അവ ആവശ്യമുള്ളതായി ഒരു ജീവിത ചുറ്റുപാട് ഇത് കാരണം ചൊല്ലുന്നൊരു കാര്യമാണ്. മക്കളിൽ സമ്പത്തിലൊക്കെ നമ്മുടെ മാതാപിതാക്കളും വേണ്ട മരണത്തിന് പോയി
സ്വർഗം പ്രധാനമാണാവട്ടെ, വിശാലമാകട്ടെ. നമ്മൾ ചെയ്യുന്ന പറയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും വിദേശത്ത് ജോലി നമ്മളിൽ ജോലിയില്ലാത്തവർക്കുള്ള ജോലി, അതുപോലെ തന്നെ നല്ല ശമ്പളം അത് കണ്ണേറാണ്, സിഹറാണ്, ജിന്നാണ്, ശൈത്താനാണ്, മറ്റ് വേറെ ഏതെങ്കിലും ആണെങ്കിലും രക്തത്തിൻ്റെയോ കഫത്തിൻ്റെയോ അതുപോലെ തന്നെ എന്ത് കാരണത്തിൻ്റെയോ ആണെങ്കിലും ആ ത്രിദോഷങ്ങളാണ് സുഖങ്ങൾ ഉണ്ടാക്കി പറഞ്ഞല്ലോ. ആ അത്രയുമുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീരത്തിൽ സന്തുലിതമാക്കി, അത് സന്തുലിതമായി അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളെ രക്ഷിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك التواب الرحيم برحمتك يا ارحم الراحمين. السلام عليكم.